ഹലോ ഗായ്സ്, ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറിയാലോ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഇന്ത്യ USA മാച്ച് ഫസ്റ്റ് 2020 മാച്ച് കഴിഞ്ഞായിരുന്നു. അതിൽ സഞ്ജു സാംസൺ ടീമിലില്ലായിരുന്നു. ടീമിലുണ്ടായിരുന്നു, 11-ലില്ലായിരുന്നു. എന്തായിരുന്നാലും 11-ലില്ല. പക്ഷേ ഇപ്പൊ 2020 വേൾഡ് കപ്പ് സ്ക്വാഡ് അനൗൺസ്മെന്റ് ചെയ്തു. അനൗൺസ്മെന്റിൽ ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ചോയ്സ് എന്തായിരുന്നാലും സഞ്ജു സാംസൺ എടുത്തിട്ടുള്ളത്. ഇപ്പം കഴിഞ്ഞ ന്യൂസിലാൻഡ് 2020 5 കളി ഫ്ലോപ്പായെന്നുള്ളത് സത്യമാണ്. എന്നിരുന്നാൽ പോലും ഫസ്റ്റ് ഗെയിമിൽ സഞ്ജു സാംസൺ പ്രയോറിറ്റി കൊടുത്ത് ചാൻസ് കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീം മാനേജ്മെന്റും ക്യാപ്റ്റനാണ് ഈ സമയത്ത് സഞ്ജു സാംസനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ഫോമിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഫോം നമ്മൾ എല്ലാവരും ഈ വലിയ വലിയ ജാമ്പാൻ പ്ലേയേഴ്സ് ഉൾപ്പെടെ ഇത് കഴിഞ്ഞാണ് വന്നത്. ഈ ഫോം ഔട്ടിൽ കൂടെയാണ് വന്നത്. ഞാൻ വേണമെങ്കിൽ പേരുകൾ പറയാം. വലിയ വലിയ ജാമ്പാൻ വരും. സച്ചിൻ ടെണ്ടുൽക്കർ, വീരേന്ദർ സെവാഗ്, പിന്നെ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമുണ്ട് രോഹിത് ശർമ്മ ബാക്ക് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഫോം ഔട്ട് ആയി, ടീമിൽ നിന്ന് പുറത്തായി. അങ്ങനെ എത്ര തവണ ടീമിൽ നിന്ന് പുറത്തായി നിന്ന രോഹിത് ശർമ്മയ്ക്കാണ് മഹേന്ദ്ര സിംഗ് ധോണി കൺസിസ്റ്റന്റ് ആയിട്ട് അവസരം കൊടുത്തപ്പം പുള്ളി പ്രൂവ് ചെയ്തു. കൺസിസ്റ്റന്റ് ആയിട്ട് അവസരം കൊടുത്ത് പുള്ളി ഇമ്പ്രൂവ് ചെയ്തു. അതേപോലെയാണ് നമുക്ക് സഞ്ജു സാംസന്റെ കാര്യം. സഞ്ജു സാംസൺ ഫോമായി നിന്ന സമയത്ത് ടീമിൽ നിന്നും പുറത്താക്കിയിട്ട് അവിടെ പകരം ശുഭ്മാൻ ഗില്ലിന് അവസരം കൊടുത്തു. പിന്നെ സഞ്ജു സാംസൺ ഫോമിലില്ലായിരുന്നപ്പം 5 20 അവസരം കൊടുത്തു. അപ്പോൾ അതിലും തെറ്റുണ്ട്, അതിൽ പെർഫോം ചെയ്ത്